അപ്പോൾ ആനന്ദ് ആൻഡ് ലക്ഷ്മി, നമുക്ക് വിശേഷങ്ങളൊക്കെ തുടങ്ങാം. ആദ്യം ആനന്ദിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ആനന്ദിന്റെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാശ് മാത്രം ചോദിക്കരുത്. കാശ് ചോദിക്കില്ല. കാശ് ചോദിക്കില്ല, എനിക്കറിയാം. കാരണം വൻ വരുമാനമാണ്. യൂട്യൂബ് റവന്യൂ ഒക്കെ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? ആങ്കറിങ്, ഡാൻസ്, സ്റ്റേജ് പ്രോഗ്രാം. പിന്നെ ഞാൻ വെച്ച താങ്കളാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് കാശ് ചോദിക്കേണ്ട ആവശ്യമില്ല. ക്യാമറ ഓഫ് ആയിട്ടാണ് എനിക്ക് കുറച്ച് കാശ് ചോദിക്കാൻ. അത് ചോദിച്ചോളൂ, ഞാൻ തരാം. എന്റെ അസിസ്റ്റന്റ് അവിടെ ഉണ്ട്, അവരോട് പറഞ്ഞ് എത്ര ചെക്ക് വേണമെങ്കിലും ബ്ലാങ്ക് ചെക്ക് എഴുതി തരും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മൾ രണ്ടുപേരും നിന്നു. ഇനി ലക്ഷ്മീനെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ പ്രണയത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ തന്നെ പറയണം. എന്റെ പ്രണയത്തെ കുറിച്ചാണോ പൊതുവെയുള്ള പ്രണയത്തെ? പൊതുവെയുള്ള പ്രണയമല്ല. താങ്കൾ ഒരു 11 വർഷം ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് വളച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്നാണ് പൊതുവെയുള്ളൊരു അല്ല. 11 വർഷം പുറകെ നടന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ് പുറകെ നടന്നത്. പിന്നെ ഒരുമിച്ചാണ് നടന്നത്. 11 വർഷം പ്രണയിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇന്ന് ആ കുട്ടി എന്റെ ഭാര്യയാണ്. 2011 കല്യാണം. അതായത് 10 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു കല്യാണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എന്തെങ്കിലും അടിപിടി ബഹളങ്ങൾ, ഫൈറ്റ് ചെയ്യേണ്ടി വന്നോ? അങ്ങനെയൊന്നും വന്നില്ല. അങ്ങനെയൊന്നുമില്ല. മീൻസ് ആദ്യം ചെറിയൊരു എതിർപ്പായിരുന്നു ഫാമിലീസിൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിന്നു. വേണം, ഇത് തന്നെ വേണം. അപ്പോൾ പിന്നെ രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അറേഞ്ച്ഡ് ആയിട്ട് തന്നെ നടത്തി. ലവ് കം അറേഞ്ച്. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് നഴ്സാണ്, സ്റ്റാഫ് നഴ്സാണ്, ട്രിവാൻഡ്രം. എനിക്ക് തോന്നുന്നു വൈഫ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരുമിച്ചുള്ള ടിക്ടോക്ക് റീൽസ് ഒക്കെ കാണാറുണ്ട്. ആർട്ടിസ്റ്റ് പാട്ട് പാടും. പാട്ടങ്ങനെ ബേസിക്കലി അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാട്ട് പാടും നന്നായിട്ട്. പിന്നെ സ്കൂൾ ടൈമിൽ തന്നെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ആ പാട്ട് പാടും. അതിനുശേഷം ആണ് ഈ പറയുന്ന പോലെ ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് വന്ന് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ സ്ക്രീനിലൂടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഓൺ സ്ക്രീൻ പെയറിനെക്കാളും നമ്മുടെ റിയൽ ലൈഫ് പെയറിനെ കാണാൻ എല്ലാവർക്കും, അപ്പോൾ അങ്ങനെ കണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്നെക്കാൾ ഇഷ്ടം എൻ്റെ ഭാര്യയും മക്കളെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരെക്കുറിച്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഈ ലക്ഷ്മിയുടെ കല്യാണക്കാരി എന്തായി? കല്യാണം ഇപ്പോൾ ഉടനെ ഉണ്ടോ? പ്രണയം ഉടനെ ഇല്ല, പ്രണയമൊന്നുമില്ല. ഇത് ഭയങ്കര സക്സസ്ഫുൾ ലവ് സ്റ്റോറി അല്ലേ? ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ പ്രേമിച്ച് എങ്ങനെയായിരിക്കും? അത് വേറെ, നിങ്ങൾ വേറെ. നിങ്ങൾ ആ പ്രണയത്തിൽ ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ബോയ്സിനെ കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി പ്രണയിക്കാത്തത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാം. പ്രണയിച്ചാലല്ലേ സിൻസിയർ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ആളെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, വേണമെങ്കിൽ സിൻസിയർ ആയിട്ട് ഒരാളെ തന്നെ പ്രണയിച്ചു നോക്കും. ഇത് ഓൾറെഡി പോയതല്ലേ? ചുമ്മാ വേണ്ട വേണ്ട, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ വേണ്ട. ഫ്രഷ്. അപ്പൊ അങ്ങനെ ഇല്ല, കല്യാണം ഉടനെ ഇല്ല. കല്യാണം ഒരു 2 വർഷത്തിനകം എന്തായാലും കാണും. ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന സീരിയലില്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ നല്ല പാവങ്ങളായ, വായിൽ കോലിട്ടാൽ പോലും നായികമാരായിട്ടൊക്കെ ചെയ്യുന്ന, പോസിറ്റീവായിട്ടൊക്കെ ചെയ്യുന്നവര് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പാവങ്ങളാണ്. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു വന്നത്? നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അപ്പൊ ലക്ഷ്മി എപ്പോഴും ചെയ്തിരിക്കുന്ന എല്ലാം കൂടുതലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും എനിക്ക് മടുത്തു, മാറ്റണം, അല്ലെങ്കിൽ ഇല്ല എനിക്ക് മുഖം തന്നെ മാറ്റിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? മുഖം മാറ്റാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു പോസിറ്റീവ് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് കരയുന്ന നായികമാരാവാൻ താല്പര്യമല്ല. അമ്മായിയമ്മേ ഒരു എപ്പിസോഡിന്റെ 23 മിനിറ്റിൽ 20 മിനിറ്റും കരയിപ്പിക്കുന്ന പക്ഷെ നമ്മളെ കരയിപ്പിക്കരുത്. ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ്? വില്ലത്തിയാണോ? അതായത് അങ്ങനെയല്ല, ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആനന്ദിന്റെ എങ്ങനെയാണ്? റിയൽ ലൈഫിൽ ഭയങ്കര ജോവിയലാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ ഇഷ്ടം, അതെയോ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വില്ലൻ ആയാൽ കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? അല്ല, നമ്മുടെ ജോബ്, ഇപ്പം നമ്മൾ ആക്ടറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അല്ലെങ്കിൽ ഞാനിങ്ങനെ നായക കഥാപാത്രങ്ങളെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ജനങ്ങൾ വെറുക്കും എന്നൊന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. അപ്പോൾ ഞാൻ നെഗറ്റീവ് മാത്രം ചെയ്തൊരു ആർട്ടിസ്റ്റുമല്ല. എൻ്റെ ഫസ്റ്റ് സീരിയൽ തന്നെ ചാനലിൽ പിന്നെ മീൻസ് ഒരു നായക തുല്യമുള്ളൊരു ക്യാരക്ടറുമായിട്ടാണ് തുടങ്ങിയത്. പിന്നെ മറ്റ് പല ചാനലിലും ഞാൻ നായകൻ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുക. പിന്നെ തീർച്ചയായിട്ടും പോസിറ്റീവ് സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോട് ആർക്കായിരുന്നാലും, എനിക്കായിരുന്നാലും ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ നെഗറ്റീവ് ചെയ്യുന്നവരോട് ആ ഒരു വെറുപ്പും ദേഷ്യവും തോന്നും. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ചിലരും അങ്ങനെ തന്നെ കാണുന്നവരുണ്ട്. നമ്മൾ ഈ ഡോക്ടർ അനിരുദ്ധ് എന്ന് പറയുന്ന സുമിത്ര അമ്മ, അല്ലെങ്കിൽ അമ്മയോട് നിൽക്കാത്ത, അമ്മയെ എതിർത്ത് സംസാരിക്കുന്ന, അമ്മയോടൊട്ടും സ്നേഹമില്ലാത്ത മകനായിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടർ അനിരുദ്ധായിട്ട് തന്നെ കാണുന്നവരുണ്ട്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അത് ഒരിക്കലും ഡോക്ടർ അനിരുദ്ധിൻ്റെ പേജല്ല. ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പേജാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എൻ്റെ പേരിലുള്ള ചാനലാണ്. അതിൽ പോലും അനി എന്ന് പറഞ്ഞാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഡോക്ടർ അനി നന്നായി കൂടി ഒലക്കെടുത്ത് അടിക്കാൻ തോന്നുന്നു, നീ എന്താടാ നന്നാവാത്തത്, നിന്റെ സന്തോഷമില്ലേ ഞാൻ ചെയ്തത് അടിപൊളിയായിരുന്നു. അല്ല, അത് ശരിയാ. പക്ഷെ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്.